ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീമാൻസ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ അതല്ലെങ്കിൽ മീമാൻസ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട വീഡിയോയിലോട്ട് പോവാം. ജെയ്മിനി സ്ഥാപിച്ചിട്ടുള്ള ഒരു പരമ്പരാഗത വ്യാഖ്യാന തത്വമാണ് ഈ മീമാൻസ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് പണ്ട് കാലത്ത് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലീജിയസ് ടെക്സ്റ്റ് ബുക്കുകൾ, പിന്നെ അതുപോലെ തന്നെ വേദങ്ങൾ, അതുപോലെ തന്നെ സ്മൃതീസ്, ഇതൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ മീമാൻസ റൂൾ ഓഫ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് പിന്നെ എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം അതായത് ഈ ഒരു മീമാൻസ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഭയങ്കര ലോജിക്കൽ ആയതുകൊണ്ട് തന്നെ അതായത് നല്ല യുക്തിസഹജമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു ഈ മീമാൻസ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പിന്നെ ഫിലോസഫി, ഗ്രാമർ, നിയമങ്ങൾ ഇതൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു മീമാൻസ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 2500 വർഷത്തോളം നമ്മൾ അടുപ്പിച്ച് ഈ ഒരു മീമാൻസ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ലോ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് വരെ ഉണ്ടായിരുന്നു. സോ ഈ നിയമത്തിൽ ഉണ്ടാവുന്ന അതല്ലെങ്കിൽ ഈ ഗ്രാമറിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഫിലോസഫിയിലായിക്കോട്ടെ എന്തിലും ആയിക്കോട്ടെ ഇതിലൊക്കെ വരുന്ന കോൺഫ്ലിക്ട്സുകൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മീമാൻസ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തിരുന്നത് 3 മെത്തേഡ്സ് ആയിരുന്നു. അതായത് ഇപ്പോൾ നിയമം ഇന്റർപ്രറ്റ് ചെയ്യുന്ന ടൈം ആയിക്കോട്ടെ, ഗ്രാമർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ടൈം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്ത് ടെക്സ്റ്റ് ബുക്ക് ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ 3 മെത്തേഡ് വെച്ചിട്ടായിരുന്നു, അതായത് ഈ മീമാൻസ റൂളിന്റെ അണ്ടറിൽ കൊടുത്തിട്ടുള്ള 3 മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരുന്നു അവർ ഈ പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മീമാൻസ റൂളിന്റെ അണ്ടറിൽ അങ്ങനെ വന്നിട്ടുള്ള 3 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് സമഞ്ജസ്യ പ്രിൻസിപ്പിൾ. നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ, അതായത് റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷനുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ഈ സമഞ്ജസ്യ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, അതല്ലെങ്കിൽ 2 ഗ്രന്ഥങ്ങളുണ്ട്. ബട്ട് ആ 2 ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത് കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് ആണെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ കാര്യത്തിന്റെ മുകളിൽ 2 ഗ്രന്ഥങ്ങൾ 2 രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത് എന്ന് വിചാരിക്കുക. ബട്ട് അതിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള തർക്കമാണ് എന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ സമഞ്ജസ്യ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് അതിനെ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഹാർമണൈസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരുമിപ്പിക്കാം, അതല്ലെങ്കിൽ രണ്ടിനെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. സോ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ബട്ട് ഒരു പർട്ടിക്കുലർ ഐഡിയയുടെ മുകളിൽ അവർ രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് വിചാരിക്കുക. ബട്ട് അതിനെ റീകൺസിൽ ചെയ്യാൻ പോസിബിൾ ആണ്. സോ അങ്ങനെ പോസിബിൾ ആവുന്ന ഒരു സന്ദർഭത്തിൽ ഈ സമഞ്ജസ്യ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ രണ്ടിനെയും റീകൺസിൽ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി നമുക്ക് വികൽപ പ്രിൻസിപ്പിളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ അതല്ലെങ്കിൽ സമഞ്ജസ്യ പ്രിൻസിപ്പിളിൽ എന്താണ് പറയുന്നത്, രണ്ടിനെയും ഒരുമിപ്പിക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടിനെയും ഒരുമിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ വികൽപ പ്രിൻസിപ്പിൾ ഡീൽ ചെയ്യുന്നത് എങ്ങനത്തെ പ്രശ്നമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് 2 അതിൽ കൂടുതലോ ടെക്സ്റ്റ് ബുക്കുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് ആണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഒരു വിധത്തിലും നമുക്ക് അതിനെ ഹാർമണൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സന്ദർഭമാണ് എന്നുണ്ടെങ്കിൽ അവിടെ വികൽപ പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ഇതിൽ ഏത് കാര്യമാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലത് ഏതായിരിക്കും അതിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യുക, അതല്ലെങ്കിൽ പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ് വികൽപ പ്രിൻസിപ്പിൾ പറയുന്നത്. സോ സമഞ്ജസ്യ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു കാര്യത്തിനെ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ടത് വികൽപ പ്രിൻസിപ്പിൾ ആണ്. അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടിൽ നിന്ന് ഏതാണ് ബെറ്റർ വൺ അത് ചൂസ് ചെയ്യുക. ഇനി നമുക്ക് ബാധ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം.
സോ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കോൺഫ്ലിക്റ്റിംഗ് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഉള്ളത്. പക്ഷെ അതിൽ ഒരെണ്ണം എങ്ങനെ പോയി കഴിഞ്ഞാലും മറ്റൊന്നിനെക്കാട്ടിലും മികച്ചതായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒരെണ്ണം മറ്റു ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടിലും മികച്ചതായിട്ട് നിൽക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒന്നിനെയും മറ്റേത് ഓവർറൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഏതൊരു ടെക്സ്റ്റ് ബുക്കാണ് അവിടെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിനെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ബാധ പ്രിൻസിപ്പിൾ പറയുന്നത്. സോ അവിടെ കുറെ കോൺഫ്ലിക്റ്റിംഗ് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഒരെണ്ണം കുറച്ച് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, മറ്റതിനെയൊക്കെ ചവിട്ടി താഴ്ത്തിയിട്ട് ഒരെണ്ണം കുറച്ച് പൊന്തി നിൽക്കുകയാണ്. അതല്ലെങ്കിൽ ഒരെണ്ണം മറ്റുള്ള ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടിലും ഞാൻ കുറച്ചും കൂടി മികച്ചതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ബാധ പ്രിൻസിപ്പിൾ പ്രകാരം ആ ഗ്രേറ്റർ ഫോഴ്സിൽ ഏതാണ് നിൽക്കുന്നത് അതിനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇസ്പാത്ത് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വേഴ്സസ് കമ്മീഷണർ ഓഫ് കസ്റ്റം എന്നുള്ള ഒരു കേസിലുണ്ട്. ഈ ഒരു കേസിലുള്ള നമ്മുടെ സുപ്രീം കോർട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള ഒരു രീതിയിലാണ് ഈ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷനെയും കാണുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ നിയമവ്യവസ്ഥ എപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്തിനെയാണ്? വെസ്റ്റേൺ കൾച്ചറിനെയാണ്, അതല്ലെങ്കിൽ വെസ്റ്റേൺ ലീഗൽ പ്രിൻസിപ്പിളിനെ ആണ്. അതായത് നമുക്ക് നമ്മുടേതായ തനതായ പരമ്പരാഗതമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ റൂൾസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനു മറ്റുള്ളതിനെ ഫോളോ ചെയ്യണം എന്നൊരു ആശങ്ക കോടതി അവിടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2500 വർഷത്തോളം റേഷണൽ ആയിട്ടുള്ള നമ്മൾ നമ്മുടേതായിട്ടുള്ള മീമാംസ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നിയമം ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ലോജിക്കൽ ആയിരുന്നു, അതുപോലെ തന്നെ വളരെ യുക്തിപരമായിട്ടുള്ള പ്രിൻസിപ്പിളും ആയിരുന്നു. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ആ പ്രിൻസിപ്പിളിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് മാക്സ്വെൽ പ്രിൻസിപ്പിളൊക്കെയാണ്. അതായത് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സ്വെൽ റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ കോടതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ പറയുന്നില്ല നമ്മൾ ഇന്ത്യൻ റൂൾസ് ഉപയോഗിച്ച് ഇന്റർപ്രറ്റ് ചെയ്യരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ വെസ്റ്റേൺ റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ് നിയമം ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടുക എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. സോ നമ്മുടെ ലോ പറഞ്ഞിട്ടുള്ള ഏക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നിയമം ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫിക്കൽട്ടീസ് ഒഴിവാക്കാൻ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. ആ ഡിഫിക്കൽട്ടീസ് ഒഴിവാക്കാൻ ആ ഒരു പ്രിൻസിപ്പിൾ കേപ്പബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലോ സിസ്റ്റം പറഞ്ഞിട്ടുള്ളത്. അതല്ലാണ്ട് വെസ്റ്റേൺ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് മാത്രമാണ് ഒരു നിയമം ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടുക എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. സോ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രിൻസിപ്പിൾ ഉണ്ടാവുമ്പോൾ നമ്മൾ മറ്റുള്ള വെസ്റ്റേൺ പ്രിൻസിപ്പിൾസിന്റെ പിന്നാലെ പോകുന്നത് എന്നുള്ളതാണ് കോടതി ഈ ഒരു കേസിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.